ഒക്കെ എലീശ കയറി വരുന്ന ടൈം വലിയ ക്ഷാമമുള്ള സമയത്താണ് അദ്ദേഹം നമ്മൾ കാണുന്നത്. പക്ഷേ ഈ ക്ഷാമമുള്ള സമയത്ത് അദ്ദേഹം 24 കാളകളെ പൂട്ടിക്കൊണ്ടിരിക്കുക. അപ്പം മഴ പെയ്യാൻ തുടങ്ങി. അപ്പം ഈ മനുഷ്യൻ, അന്ന് രാജാവിന് പോലും കുതിരയ്ക്ക് പുല്ലില്ല. ഇല്ലാത്ത സമയത്ത് ദിസ് ഈസ് എ പ്രൊഫറ്റിക്കൽ, ഇന്നത്തെ ഒരു സാഹചര്യവുമായിട്ട് കണക്ട് ചെയ്തത്. ആ മനുഷ്യൻ കാളയെ വളർത്തുക. കാരണം മഴയില്ലാത്തത് കൊണ്ട് നിലങ്ങൾ പൂട്ടാൻ പറ്റില്ല. അവിടെ ആവശ്യമില്ല, കാളയുടെ ആവശ്യമില്ല. പക്ഷേ ഈ മനുഷ്യൻ കാളയെ വളർത്തുന്നു, 24 കാളയെ. വലിയ ഈ ക്ഷാമമായതുകൊണ്ട് നിലം വിറ്റില്ല, നിലം താൻ സൂക്ഷിക്കുക. എല്ലാവരും മാളത്തിൽ കയറിയിരിക്കുമ്പോൾ ഈ മനുഷ്യൻ കാളയ്ക്ക് എവിടെ ഒന്ന് തീറ്റി കൊടുത്തു. എന്ന് വെച്ചാൽ അദ്ദേഹത്തിനൊരു കാഴ്ചപ്പാടുണ്ട്. ഒരു ദിവസം മഴ പെയ്യും, അന്ന് കുതിരയല്ല വേണ്ടേ, കാളയാണ് വേണ്ടേ. കാള എന്തിനെ കാണിക്കുന്നു? കമ്മിറ്റഡ് സെർവന്റിനെ കാണിക്കുന്നു. മർക്കോസ് സുവിശേഷത്തിന്റെ അടയാളമാണ് കാള. ആമേൻ. കമ്മിറ്റഡ് സെർവന്റ്. 24 കാളയെ വളർത്തി ആ ക്ഷാമ സമയത്ത് അതിന് തീറ്റി കൊടുത്ത് വളർത്തിക്കൊണ്ടുവരുന്നതിന്റെ കാരണം തനിക്കറിയാം, എൻ്റെ കമ്മിറ്റ്മെന്റിന് ഒരു ദിവസം റിവാർഡുണ്ട്. ആമേൻ. മാത്രമല്ല ഈ നിലം ഒഴുകുകയായിരുന്നല്ലോ, നിലം ഒഴുകുക എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയാണ്. നിലത്തെ ഒരുക്കുന്നത് പ്ലോയിങ് ആണ്, പ്രാർത്ഥനയാണ്. ജനമാകുന്ന മണ്ണിൽ നിന്നാണല്ലോ മനുഷ്യനെ എടുത്തത്. ജനത്തെ ഒരുക്കുന്നത്, ഈ വിത്ത് എഫക്റ്റീവായി കടന്നു പോകുവാൻ ജനത്തെ ഒരുക്കുന്നത് പ്രാർത്ഥനയാണ്. എനിക്കറിയത്തില്ല എത്ര പേരാണ് തിങ്കൾ മുതൽ അടുത്ത ഞായറാഴ്ചയുള്ള സഭായോഗത്തിന് വേണ്ടി ഒരുങ്ങി പ്രാർത്ഥിച്ചു വരുന്നതെന്ന് അറിയത്തില്ല. നിങ്ങൾ മിണ്ടുന്നില്ല. സ്തോത്രം. കാരണം ഈ കമ്മിറ്റ്മെന്റ്, ഇങ്ങനെയുള്ള കാര്യം പറയുന്നത് കേൾക്കുമ്പോൾ ജനത്തിന് ഇഷ്ടമല്ല. അവർ വേറൊരു സ്പിരിറ്റിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അവർ വേറൊരു യേശുവിനെയാണ് കാണുന്നത്. അവർ വേറൊരു സുവിശേഷമാണ് വിശ്വസിക്കുന്നത്. അത് വന്നിട്ട് നിർഭാഗ്യവശാൽ ഇതല്ല, ഇതിലുള്ള യേശുവിനെ അവർക്ക് അറിയത്തില്ല. ഇതിലുള്ള സുവിശേഷമല്ല അവർ വിശ്വസിക്കുന്നത്. ഇതിലുള്ള യേശുവിനെ അല്ല അവർ കാണുന്നത്. അവർ വേറൊരു യേശുവിനെ, വേറൊരു സുവിശേഷത്തെ, വേറൊരു ആത്മാവിൽ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത് കേൾക്കുന്നത് അവർക്ക് ഇഷ്ടമല്ല.